നാട്ടുകളൂഷന്റെ ന്യൂസ് എറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സാവിത്രി ബ്രാഹ്മണിയമ്മയ്ക്ക് 86 വയസ്സിലും കൂട്ടിന് റേഡിയോ ഉണ്ട്. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സാവിത്രി ബ്രാഹ്മണിയമ്മയ്ക്ക് 86 വയസ്സിലും റേഡിയോ സന്തത സഹചാരിയാണ്. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. റേഡിയോ ദിനവുമായി ബന്ധപ്പെട്ട് നാട്ടുകൾ വിഷൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. തിരുവിഴാങ്കുന്ന് എടത്തറ വീട്ടിൽ സാവിത്രി ബ്രാഹ്മണിയമ്മ 56 വർഷമായി റേഡിയോ തൻ്റെ സ്വന്തം കൂട്ടുകാരിയായി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. ഒട്ടുമിക്ക പരിപാടികളും സാവിത്രി ബ്രാഹ്മണിയമ്മ കേൾക്കുന്നുണ്ട്. രാവിലെയും ഉച്ചയ്ക്കുമാണ് കൂടുതലായും റേഡിയോ കേൾക്കുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സാവിത്രി ബ്രാഹ്മണിയമ്മയ്ക്ക് തുണയായി റേഡിയോ ഉണ്ടാകും. റേഡിയോയിലെ പാട്ടുകൾ ഉറക്കെ വെച്ചതിൽ ആസ്വദിക്കുകയാണ് സാവിത്രി ബ്രാഹ്മണിയമ്മ ചെയ്യുന്നത്. നോക്കി വേർക്കുന്നത് ചില്ലാകൂ. നിങ്ങളുടെ റൂമിന്റെ വീതിക്കും നീളത്തിനും പറ്റുന്ന AC സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് നോക്കി വാങ്ങണം. അപ്പോൾ വൈദ്യുതി ഉപയോഗം വളരെ കുറയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടം. മാളിക്കുന്നിലുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥനായ തുഞ്ചത്ത് പ്രഭാകരിൽ നിന്നാണ് വീട്ടിലേക്ക് ആദ്യമായി വാൾവ് റേഡിയോ എന്നത് 450 രൂപ കൊടുത്ത് വാങ്ങിയത്. ആ റേഡിയോ ഇപ്പോഴും ഉപയോഗമില്ലെങ്കിലും നിധി പോലെ അലമാറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് സാവിത്രി അമ്മ. റേഡിയോ കിട്ടിയിട്ട് രസമായി കൊണ്ടുവന്നായിരുന്നു. പിന്നെ അതായത് സമയം ഒഴിവുള്ളപ്പോഴൊക്കെ എല്ലാം പരിപാടികളും കേൾക്കും. ഏതെല്ലാം പരിപാടികൾ ആദ്യം കേട്ടിരുന്നത്? ഈ ചരിത്രഗാനം തന്നെ പ്രധാനമായിട്ട് കേട്ടിരുന്നത്. പിന്നെ മറ്റുള്ള പരിപാടികളൊക്കെ നമുക്ക് കുട്ടികളാണ്, സമയം ഒന്നും കിട്ടുമില്ല. ഇതൊക്കെ ആയിട്ട് അങ്ങനെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്, അത് കേൾക്കും. കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ വയലും വീടും കേൾക്കും. സന്ധ്യ വൈകുന്നേരമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഒക്കെ കേൾക്കും. ഇടയ്ക്ക് നാടകം കേൾക്കും. പറഞ്ഞത് ഒന്നുമില്ലായിരുന്നില്ല. 4 മണിക്ക് ശബ്ദരേഖ, അത് കാത്തിരിക്കും ശബ്ദരേഖ വരാനെന്നൊക്കെ കേൾക്കാൻ. അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ശബ്ദരേഖ വലിയ ഇഷ്ടമാണ്, അത് കേൾക്കാറുണ്ട്. വാർത്ത കേൾക്കാറുണ്ട്, ഭക്തിഗാനം കേൾക്കാറുണ്ട്. അധികം ഇഷ്ടം ചരിത്രഗാനമാണ്. അത് പഴയ പാട്ടുകളോടാണ് അധികം ഇഷ്ടം. കൃഷി ധാരാളം ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ. അതുപോലെ അതൊക്കെ നല്ലോണം വാഴയും നെൽകൃഷിയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഒക്കെ നല്ലപോലെ റേഡിയോയിൽ കേട്ടിട്ടുമുണ്ട്. പാഠം വൈകുന്നേരം കേൾക്കാറുണ്ട്. അതിന് കുറേ ഞങ്ങൾക്ക് അറിവും പരിചയവും എല്ലാം കിട്ടി. കൃഷിഭവനായിട്ട് പരിചയപ്പെടാനും അനുഭവങ്ങളും പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചു. ആദ്യകാലങ്ങളിൽ കൃഷിയും മറ്റും ഉണ്ടായിരുന്ന സമയത്ത് വയലും വീടും പരിപാടി സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവായിരുന്നു സാവിത്രി അമ്മ. കൂടാതെ വീട്ടുകാരും ഒപ്പം ചേരും. കൃഷിയിൽ നിന്നുള്ള നിരവധി അറിവുകളാണ് റേഡിയോയിലൂടെ തനിക്ക് ലഭിച്ചതെന്നും സാവിത്രി അമ്മ പറഞ്ഞു. വീട്ടിലെ റേഡിയോ ഒരു തവണ കേടുവന്നപ്പോൾ നന്നാക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ആകെ വിഷമത്തിലായെന്നും തുടർന്ന് മലപ്പുറം ജില്ലയിലുള്ള കരുവാരകുണ്ട് ഭാഗത്തു പോയാണ് പഴയ റേഡിയോ വാങ്ങിക്കൊണ്ടുവന്നെന്നും സാവിത്രി ബ്രാഹ്മണിയമ്മ പറഞ്ഞു. ഒരുപാട് നിരവധി പുതിയ അറിവുകൾ ലഭിച്ചിരുന്നത് റേഡിയോയിൽ നിന്നാണെന്നും സാവിത്രി അമ്മ പറയുന്നു. ആദ്യകാലത്ത് റേഡിയോവിന് പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് എടുക്കേണ്ടതുണ്ടായിരുന്നു. 15 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. എന്നാൽ കാലക്രമേണ അത് ഇല്ലാതെയായി. വീട്ടിലിപ്പോൾ ഉപയോഗത്തിൽ 4 റേഡിയോ ഉണ്ടെങ്കിലും ഇക്കഴിഞ്ഞ ഓണത്തിന് മകൻ്റെ മകളായ അനുശ്രീയിൽ നിന്നും സമ്മാനമായി കിട്ടിയ റേഡിയോയാണ് തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നാണെന്നും സാവിത്രി അമ്മ പറഞ്ഞു. റേഡിയോ വീട്ടിലുണ്ടാകുകൊണ്ട് ഒരാളില്ലാത്ത ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പരിഭ്രമമൊന്നും തോന്നാറില്ല. റേഡിയോ ആണ് ടി വിയെക്കാളും എനിക്ക് സൗകര്യപ്രദം.
ആദ്യകാലങ്ങളിൽ വീടിനടുത്തുള്ള പ്രദേശത്തെ ഏക റേഡിയോ ഉള്ള വീടും സാവിത്രി ബ്രാഹ്മണി അമ്മയുടേതായിരുന്നു. സമീപത്തുള്ള വീട്ടുകാരിൽ വിവാഹകാര്യങ്ങളും മറ്റും നടക്കുമ്പോൾ റേഡിയോ കൊണ്ടുപോവുകയും 2 ദിവസം കഴിഞ്ഞ് മാത്രമാണ് തിരിച്ചു വീട്ടിൽ എത്തിയിരുന്നത്. കല്യാണ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് റേഡിയോ. റേഡിയോ ഒരു അത്ഭുത വസ്തുവായി കാണുന്ന കാലഘട്ടത്തിൽ ചലച്ചിത്ര ശബ്ദരേഖകൾ കേൾക്കാൻ വേണ്ടി സമീപത്തെ നിരവധി വീട്ടുകാരാണ് ആദ്യകാലങ്ങളിൽ വീട്ടിൽ വരികയും റേഡിയോയിന് മുന്നിൽ ഇരിക്കുകയും ചെയ്തിരുന്നതായി സാവിത്രി ബ്രാഹ്മണി അമ്മ ഓർമ്മിച്ചു പറഞ്ഞു. റേഡിയോയിൽ നിന്ന് ആദ്യകാലത്ത് സംഗീതം പഠിക്കാൻ വേണ്ടി പ്രത്യേക സമയത്ത് ലളിതഗാനം ഉണ്ടായിരുന്നു. അതും ലളിതഗാനങ്ങളൊക്കെ പഠിച്ചിരുന്ന റേഡിയോയിൽ നിന്നാണെന്നും പറയുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും അന്ന് കേട്ടത് ആദ്യമായി റേഡിയോയിലൂടെയായിരുന്നു. അത് തന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചതായും പറയുന്നു. കേടുവന്ന പഴയ റേഡിയോ ഒരിക്കൽ ആക്രി കച്ചവടക്കാർ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതെ തൻ്റെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചുവെച്ചത് ഇപ്പോഴും ഓർക്കുന്നു. ആദ്യകാലത്ത് റേഡിയോയിലെ എഴുത്തുപെട്ടി മറ്റൊരു ആകർഷണമായ പരിപാടിയായിരുന്നു. എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ അയക്കുകയും അതിൽ നിന്ന് പേര് കേൾക്കുക എന്നുള്ളതും വളരെ സന്തോഷം നിറഞ്ഞ കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധി ദർശൻ പരിപാടിയും ഏറ്റവും നല്ല പരിപാടിയായി പറയുന്നു. വാർത്തകൾ അറിയാനും ഉള്ളൊരു മാധ്യമം കൂടിയായിരുന്നു റേഡിയോ. സമയമൊട്ടും കളയാതെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മാധ്യമം കൂടിയായിരുന്നു റേഡിയോ. റേഡിയോവിൻ്റെ പ്രചാരണം എല്ലാ ആളുകളിലേക്കും എത്തണമെങ്കിൽ റേഡിയോ നന്നാക്കാനുള്ള ആളുകളുടെ സാധ്യതയും ഉണ്ടായാൽ മാത്രമേ ഈ ആശയം ഫലപ്രദമാകുമെന്നാണ് പഴയ റേഡിയോ ശ്രോതാവായ ദാമോദരൻ നമ്പീശൻ മാഷ് പറയുന്നത്. ഏതാണ്ട് 40-50 വർഷത്തോളമായിട്ട് റേഡിയോവുമായിട്ട് വളരെ അടുത്ത ഒരു ഗാഢബന്ധം തന്നെ നിലവിലുണ്ട്. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ റേഡിയോയിലുള്ള പരിപാടികൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. വിജ്ഞാനപ്രദമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ റേഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം പകർന്നു തരുന്ന നല്ല നല്ല ചലച്ചിത്ര ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, അതുപോലെ കൃഷിപാഠം, പിന്നെ ശബ്ദരേഖകൾ ഇത്യാദി ഒരുപാട് നല്ല നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങൾ റേഡിയോയിലൂടെ നമുക്ക് ആസ്വദിക്കാനും അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റേഡിയോവുമായിട്ടുള്ള ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ ഏതാണ്ട് 9 മണി വരെ റേഡിയോ പരിപാടികൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാവിലെ ചെയ്തു തീർക്കാനുള്ള ഒട്ടനവധി ചെറിയ ചെറിയ ജോലികൾക്കിടയിലും ഈ റേഡിയോ പരിപാടികൾ നമ്മളെ അലസോരപ്പെടുത്തുന്നില്ല, വിരസത തോന്നുന്നില്ല. കാരണം നമ്മുടെ ജോലി ചെയ്തത് തീരുകയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ ഉച്ച സമയങ്ങളിലാണെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങൾ, ഇഷ്ടഗാനങ്ങൾ, അതുപോലെ ചില പദങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഇത്യാദി ഒരുപാട് നല്ല പരിപാടികൾ റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റേഡിയോവിൻ്റെ നിലവാരം, പരിപാടികളുടെ നിലവാരം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരിക തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ നവീന കാലത്ത് മാധ്യമങ്ങളിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. TV പോലുള്ള ഒരുപാട് നവീന ഉപകരണങ്ങൾ മനസ്സിന് കാഴ്ചയ്ക്ക് ഒക്കെ ഉതകുന്ന തരത്തിൽ നല്ല നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ TV-യുടെ അതിപ്രസരം ഉണ്ടെങ്കിൽ പോലും ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഈ റേഡിയോ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ പരിപാടികൾ ആസ്വദിക്കാനും അതുപോലെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാനും അറിവ് നേടാനൊക്കെ കഴിയുന്നുണ്ട്. ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റേഡിയോ വാങ്ങിയപ്പോൾ അന്നൊക്കെ റേഡിയോ അസുലഭമായിട്ടൊരു വസ്തുവാണ്. മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്ന ഒരാളിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് റേഡിയോ വാങ്ങിയത്. അത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലത്ത് തന്നെ 450 രൂപ കൊടുത്താണ് റേഡിയോ വാങ്ങിയതെന്നാണ് ഞങ്ങളുടെയൊക്കെ ഓർമ്മ. ഈ പഞ്ചായത്തുകളിൽ ആ കാലത്ത് റേഡിയോന് ലൈസൻസ് എടുക്കണമായിരുന്നു. വർഷം തോറും 15 രൂപ നൽകി പഞ്ചായത്തിൽ പോയി ലൈസൻസ് പുതുക്കി ആണ് ഞങ്ങൾ വളരെ വർഷങ്ങളോളം ഈ റേഡിയോ പരിപാടികൾ കേട്ടിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ആ ലൈസൻസ് ഫീസ് റദ്ദാക്കുകയും പിന്നെ എല്ലാ വീടുകളിലും സുലഭമായിട്ട് ഈ റേഡിയോ എത്തിച്ചേരുകയും ചെയ്തു. അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഒരു ജനസമിതി നേടുന്നതിനും അതുപോലെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനൊക്കെ ആ അനുഭവങ്ങളും സത്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എഴുത്തുകാരി ഭാഷയുമായി നിരന്തരമായി സംഭാഷണത്തിലാകുന്നു. ചുരുക്കത്തിൽ എന്നാലും
ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വാങ്ങിക്കുമ്പോ കിട്ടുന്ന കോംബോ സമ്മാനങ്ങൾ കളയാൻ പറ്റില്ലല്ലോ. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയിൽ കോംബോ സമ്മാനങ്ങളുമായി മൈജി മൈ ജോഡി ഓഫർ ഫെബ്രുവരി 14 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ. തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45. അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്. അല്ല ഭാസ്കരേട്ട, കണ്ടിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യിടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പം എവിടുന്ന് ചെയ്യണം? അച്ഛനൊക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ? ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ. 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ. ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0493299299. എൻ്റെ പേര് അദ്വൈത, കേരള PSCയുടെ സിവിൽ എഞ്ചിനീയറിംഗ് PSC. റേഡിയോവിൻ്റെ ഒരു സർവ്വസമിതി ജനസമിതി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇത് സത്യത്തിൽ എല്ലായിടങ്ങളിലും ലഭ്യമാകുന്ന ഒരവസ്ഥ, ഇതിൻ്റെ റിപ്പയർ പഠിച്ച് അതിൻ്റെ ആളുകൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കൂടുതൽ ജനോപകാരപ്രദമാകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.